പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിക്കുന്നവർ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകും. പ്രിയരെ, നാം ആയിരിക്കുന്ന ഈ ഭൂമിയിൽ, ഹല്ലേലൂയ, അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ വെളിച്ചമായി ശോഭിപ്പാനത്രേ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതി. ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. എന്നെ അനുഗമിക്കുന്ന ഒരുത്തനും ഇരുട്ടിനകത്ത് പോകരുത്. ഒരുത്തൻ്റെയും ജീവിതം അന്ധകാരം നിറഞ്ഞതാകരുത്. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇരുട്ട് വരുന്നെങ്കിൽ, ഇരുട്ടിൻ്റെ അവസ്ഥയുണ്ടെങ്കിൽ അത് ദൈവം തന്നതല്ല, അത് പിശാചിൻ്റെ തന്ത്രമത്രേ. ഇന്ന് രാവിലെയും പിശാചിൻ്റെ പ്രവർത്തികളെ അഴിച്ച്, പിശാചിൻ്റെ പ്രവർത്തികളോട് എതിർത്ത് നിന്ന് ദൈവത്തിൻ്റെ വെളിച്ചമായി ശോഭിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്ന സത്യ വെളിച്ചമാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ സത്യ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, ഇരുളിൻ്റെ ശക്തികൾക്ക് അവനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. ഇരുളിൻ്റെ ശക്തികൾക്ക് ഈ വെളിച്ചത്തെ ഒതുക്കാൻ പറ്റത്തില്ല. എവിടെയാണോ ഇരുട്ടുള്ളത് അവിടെ സ്ഥലത്ത് വെളിച്ചം വന്നാൽ ഇരുട്ട് എന്നൊരു പദമേ അവിടെ കാണത്തില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇരുളിൻ്റെ ശക്തികൾക്ക് അധികാരം ഇല്ല. ഇന്ന് രാവിലെ നമുക്ക് വിളിച്ചു പറയാം, എന്നെ പിടിച്ചടക്കാൻ, എന്നെ ഹല്ലേലൂയ അതിക്രമിക്കുവാൻ ഇരുളിൻ്റെ ശക്തികൾക്ക് അവകാശമില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ മേൽ യഹോവയുടെ വെളിച്ചം ഉദിച്ചിരിക്കുന്നു, യഹോവയുടെ തേജസ് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നോക്ക്, തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു, അന്ധകാരം ഭൂമിയെ, കൂരിരുട്ട് ജാതികളെ മൂടുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ മേലോ കർത്താവിൻ്റെ തേജസ് ഹല്ലേലൂയ ഉദിച്ചിരിക്കുന്നു. പ്രിയരെ, ലോകത്തിന് ഏത് രീതിയിലും പോകാം, ലോകത്തിന് ഏത് അന്ധകാര ശക്തികൾക്കും അടിമപ്പെടാം. എന്നാൽ ഒരു ദൈവ പൈതലിനെ കർത്താവ് വിളിച്ചത് അതിൻ്റെ മേൽ വാഴുവാൻ വേണ്ടി അത്രേ, അതിൻ്റെ മേൽ പ്രകാശിക്കാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ. ഇവിടെ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, അങ്ങനെ ചെയ്യണോ? യേശുവിനെ നമ്മൾ അനുഗമിക്കുക. യേശുവിനെ നാം അനുഗമിച്ചാൽ നിശ്ചയമായി നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി തീരും. സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തി എല്ലാ കാലത്തും ശോഭിക്കും. പ്രിയരെ, സൂര്യൻ്റെ പ്രകാശത്തിൽ ചന്ദ്രൻ ശോഭിക്കുന്നത് പോലെ, നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ, ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിൻ്റെ മുഖത്തേക്കാണോ നാം നോക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ശോഭയുണ്ടാകും. പ്രിയരെ, നമ്മുടെ സമ്പത്തിലോ നമ്മുടെ കുടുംബ പേരിലോ നമ്മുടെ ആരോഗ്യത്തിലോ നോക്കി പ്രശംസിക്കാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തരും, ഒരു കുടുംബവും, ഒരു വ്യക്തി ജീവിതവും ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ രാവിലെ സമയത്തും നമുക്ക് നോക്കാൻ, നമുക്ക് ആശ്രയിപ്പാൻ ഒരു നല്ല അപ്പയുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നാം ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. വീണ്ടും തിരുവചനം വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ പ്രകാശത്തിൻ്റെ ജ്യോതിസിനെ പോലെ ശോഭിക്കണമോ? ഒറ്റ കാര്യം, കർത്താവിൻ്റെ വചനത്തെ, ജീവൻ്റെ വചനത്തെ നാം പ്രമാണിക്കണം. കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കണം. കർത്താവിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാണ്. പ്രിയരെ, ആ വചനം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുകയല്ല. ആ വചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് അതിനെ അയവിറക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, ആ വചനത്തെ നാം അനുസരിക്കുമ്പോൾ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രകാശ ജ്യോതിസിനെ പോലെ ശോഭിപ്പിക്കുമാറാക്കും. ഇന്ന് രാവിലെയും നമ്മുടെ ജീവിതം വെളിച്ചത്താൽ തിളങ്ങണമോ, വെളിച്ചത്താൽ പ്രകാശിക്കണമോ? കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ മതി. പ്രിയരെ, ഈ രാവിലെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെ അവസ്ഥകളെ മാറ്റിക്കളയട്ടെ. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിങ്ങൾ വില കൊടുക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാൻ നിങ്ങൾ സമയം കൊടുക്കുമ്പോൾ
അത് പാഴല്ല, ആ സമയം വൃഥാവായി പോകത്തില്ല. മറിച്ച് മറ്റാരേക്കാട്ടിലും അധികമായി നിങ്ങളുടെ ജീവിതത്തെ ദൈവീക വെളിച്ചത്തിൽ ഹല്ലേലൂയ അണിയിച്ചൊരുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ വീട്ടിൽ ഉറച്ചു വായിക്കണം. കർത്താവിൻ്റെ വചനം നിങ്ങൾ വായിക്കുക മാത്രമല്ല, അത് പ്രമാണിക്കണം. ആ വചനം നിങ്ങളെ വ്യത്യസ്തരാക്കും, നിങ്ങളെ കൊള്ളാവുന്നവരാക്കും. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരെക്കുറിച്ച് 119 സങ്കീർത്തനത്തിൽ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെക്കാട്ടിലും വയോധികന്മാരെക്കാട്ടിലും ഗുരുക്കന്മാരെക്കാട്ടിലും നിങ്ങളെ ശ്രേഷ്ഠന്മാരാക്കുന്ന ഒരു പടി മുകളിൽ കൊണ്ടുപോകുന്നത് അത്രേ ദൈവത്തിൻ്റെ വചനം. ആകയാൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവവൈതലേ, ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാം. നിങ്ങൾ വചനത്തിന് സമയം കൊടുക്കണം, വചനത്തിന് ശ്രദ്ധ കൊടുക്കണം, വചനത്തെ പ്രമാണിക്കണം. അല്ലെങ്കിൽ നാം ചിന്തിച്ചത് 1, യേശുവിനെ അനുഗമിക്കുക; 2, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക; 3, യേശുവിൻ്റെ വചനത്തെ പ്രമാണിക്കുക; 4, ഹല്ലേലൂയ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ ഹല്ലേലൂയ ആകാശമണ്ഡലത്തിലെ ഹല്ലേലൂയ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഹല്ലേലൂയ ആകാശമണ്ഡലങ്ങളിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും, ഉന്നതങ്ങളിൽ ശോഭിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, അനേകരെ യേശുവിലേക്ക് നടത്തുക, യേശുവിനെ കാണിച്ചു കൊടുക്കുക, യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പാകെ പ്രസംഗിക്കുക, യേശുവിന് വേണ്ടി ചിലരെ നേടുക. അങ്ങനെയെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ. ഇന്ന് രാവിലെ 4 കാര്യങ്ങൾ പ്രകാശമുള്ളവരായി വെളിച്ചമുള്ളവരായി ശോഭിപ്പാൻ 4 കാര്യങ്ങൾ. 1, ഹല്ലേലൂയ യേശുവിനെ അനുഗമിക്കുക; 2, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക; 3, ഹല്ലേലൂയ യേശുവിൻ്റെ വചനത്തെ അനുസരിക്കുക; 4, യേശുവിലേക്ക് പലരെയും നയിക്കുക. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ ശോഭയാൽ നിറയട്ടെ, ദൈവത്തിൻ്റെ പ്രകാശമുള്ളവരായി തീരട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.